ഞാൻ ചോദിച്ചു, സ്ത്രീകളോട് അല്ലാഹുവിന്റെ കൽപ്പന, ഏകദേശ സ്ത്രീകളോടും അല്ലാഹുവിന്റെ കൽപ്പന, നിങ്ങൾ കൊല്ലത്തിൽ 3 മാസം നിസ്കരിക്കണ്ട. വളവട്ടൂരൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് അള്ളാഹിന്റെ നിയമം അങ്ങനെ. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ നിസ്കാരം നിർത്തല്ലോട്ടോ, ഞാൻ പറഞ്ഞത് തീർത്തു കേൾക്കണം. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? 1 മാസത്തിൽ 7 ദിവസവും 8 ദിവസമൊക്കെ ചില സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകും, ഹൈദ് രക്തമുണ്ടാകും. അപ്പോൾ അവർ നിസ്കരിക്കാൻ പാടില്ല എന്ന് നിയമം. അങ്ങനെ ഒരു കൊല്ലത്തിൽ വരുമ്പോ എത്രയായി? ഒരു കൊല്ലത്തിൽ ഏകദേശം 3 മാസത്തോളം നിസ്കാരം ഉണ്ടാവില്ല, മൊത്തം കണക്കൂട്ടി നോക്കിയാൽ. ചില സ്ത്രീകൾക്ക് 15 ദിവസം വരെ മെൻസസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തിൽ 6 മാസം നിസ്കരിക്കണ്ട എന്ന് കൽപ്പന. പള്ളിയിൽ പോയി കൊടുക്കണ്ടേ, വീട്ടിൽ തന്നെ നിസ്കരിക്കണ്ട എന്ന് കൽപ്പന. നിസ്കരിക്കണ്ട. പ്രസവരക്തം 2 മാസം വരെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ 28 ദിവസം, 30 ദിവസം, 40 ദിവസം കൊണ്ടൊക്കെ കഴിയും. ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ടും കഴിയും. ചിലപ്പോൾ 2 മാസം വരെ ഉണ്ടാവും. അപ്പോ ഒരു പ്രസവിച്ച സ്ത്രീക്ക് 2 മാസം നിസ്കാരം വേണമെന്ന് കൽപ്പന. ഇവിടെ ഒക്കെ ഇല്ലേ അതേ ചോദ്യം? എന്താ ഹൈദുള്ള സമയത്ത് പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ കുഴപ്പം? പ്രസവരക്തമുള്ള സമയത്ത് സ്ത്രീകൾ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? പള്ളി പോയി കൊടുക്കട്ടെ, വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമില്ല. കുഴപ്പമുണ്ടായാലും കുഴപ്പമുണ്ടാകാതിരിക്കുമല്ലോ ഇവിടുത്തെ വിഷയം. അല്ലാഹു റസൂൽ ഇത് പഠിപ്പിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്ന സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കും. റസൂലുള്ളാഹിനെ വിശ്വസിക്കാതെ മൗലവിമാരെ വിശ്വസിക്കുന്ന സ്ത്രീകൾ പള്ളിയിൽ പോകും. റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന സ്ത്രീകൾ പള്ളിയിൽ നിന്ന് പോവില്ല, അവർ വീട്ടിൽ നിസ്കരിക്കും. കാരണം അതാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അവിടെ വെച്ച് വിശദീകരിച്ച് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്, അവിടെ അതിന്റെ വേദിയാണ്. ഇവിടെ അതല്ലല്ലോ പറഞ്ഞു വരുന്നത്. ഇവിടെ സ്ത്രീകളോട് പറയട്ടെ, നിങ്ങൾ കൃത്യമായി 5 വഖത്ത് നിങ്ങളെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം പാടില്ല, പ്രസവരക്തമുള്ള സമയത്ത് പാടില്ല. അതല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം കൈയൊഴിക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്ക് മെൻസസിന്റെ പുറമെ രോഗം കാരണത്താൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. ആ സമയത്ത് അവർ നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കണം എന്നത് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതിൽ പല വിധത്തിലുള്ളവരുണ്ട്, പല നിയമങ്ങളുണ്ട്. അതിൽ നേരത്തെ മെൻസസ് ഉണ്ടായി പതിവുള്ളവരുണ്ട്, അതുപോലെ പതിവില്ലാത്തവരുണ്ടാകാം. ചില സ്ത്രീകൾക്ക് നേരത്തെ മെൻസസ് ഉള്ള പീരീഡ് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ഓർമ്മയുള്ളവരുണ്ടാകാം, ഓർമ്മയില്ലാത്തവരുണ്ടാകാം. അവർക്കൊക്കെ വ്യത്യസ്ത നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മെൻസസിന്റെ പീരീഡിനേക്കാൾ അധികം സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ അവരാ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. എങ്ങനെ നിസ്കരിക്കണം എന്നത് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയവർ നിസ്കരിക്കണമെന്നും, ചോദിക്കാൻ അവർക്ക് മടിയുണ്ടെങ്കിൽ ഭർത്താക്കന്മാര് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി എന്റെ ഉമ്മമാരോട് പറയട്ടെ. ഒരു സ്ത്രീയുടെ മെൻസസ് അത് നിൽക്കുന്നത് അസറിന്റെ സമയത്താണെങ്കിൽ, അസറിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീ കുളിച്ച് വൃത്തിയായി അസർ നിസ്കരിക്കണം. അതിന്റെ പുറമെ അതിന്റെ നേരെ മുമ്പത്തെ ദുഹറും നിസ്കരിക്കണം. ഒരു സ്ത്രീയുടെ മെൻസസ് നിൽക്കുന്നത് ഇശാഇന്റെ സമയത്താണെങ്കിൽ കുളിച്ച് വൃത്തിയായി ഇശാ നിസ്കരിക്കണം. അതിന്റെ പുറമെ ഇശാഇന് മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. ഇത് കർമ്മശാസ്ത്രപരമായ ഒരു നിയമമാണ്. അതറിയാത്ത സ്ത്രീകൾ മനസ്സിലാക്കി വെക്കണം. അതേ സമയത്ത് സുബ്ഹി ആയതിനു ശേഷമാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി സുബ്ഹി നിസ്കരിച്ചാൽ മതി. അതിന്റെ മുമ്പത്തെ ഇശാ വേണ്ട. ളുഹർ നിസ്കാരത്തിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി ളുഹറും ളുഹറിന്റെ ശേഷമുള്ളതും നിസ്കരിച്ചാൽ മതി. ളുഹറിന് മുമ്പുള്ള സുബ്ഹി വേണ്ട. മഗ്രിബിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി മഗ്രിബും ശേഷമുള്ള നിസ്കാരങ്ങളും മതി. അസർ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് മറന്നു പോകണ്ട. അസറിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ അതിന് കൂടുതൽ സമയം വേണ്ട. മഗ്രിബ് 6 മണിക്കാണെങ്കിൽ 5:59
5:59 മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് മഗ്രിബ് നിസ്കരിക്കണം. അതിന്റെ പുറമെ അസറിന്റെ സമയത്താണല്ലോ മെൻസസ് നിന്നത്, അതുകൊണ്ട് അസർ നിസ്കരിക്കണം. അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ള ദൂറും നിസ്കരിക്കണം. ഇതുപോലെ സുബ്ഹി 5 മണിക്കാണെങ്കിൽ 4:59 മെൻസസ് നിൽക്കുന്നതെങ്കിൽ തന്നെ ആ സ്ത്രീ അതാ കുളിച്ച് വൃത്തിയായി സുബ്ഹി നിസ്കരിക്കണം. അതിന്റെ പുറമെ ഇശാ നിസ്കരിക്കണം. ഇശായിന് മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. ഈ മസ്അല അതിന് വന്ന ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണമെന്നുണർത്തുകയാണ്. പഴയ കാലത്ത് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ ധാരാളം പറയുന്ന വഅദിന്റെ 40 ദിവസം 60 ദിവസം 90 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പരയുണ്ടായിരുന്നു. ഇല്ലേ? പഴയ കാലത്ത് 40 ദിവസത്തെ വഅദ് ഇല്ലേ? നിങ്ങളൊക്കെ കേട്ടില്ലേ? 40 ദിവസത്തെ വഅദൊക്കെ കേട്ടില്ലേ? പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ പോയി. ഇൽമ് പറയാൻ ആളില്ല, മസ്അല പറയാൻ ആളില്ല, ഫിഖ് പറയാൻ ആളില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയമില്ല, ഉണ്ടെങ്കിൽ തന്നെ കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. അവനവന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കൽ നിർബന്ധമല്ലേ സഹോദരന്മാരെ? നീണ്ടു നിൽക്കുന്ന കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ പറയുന്ന ധാരാളം വേദികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും ഓരോ മഹല്ലത്തുകളിലും സംഘടിപ്പിക്കണം. മസ്അല നന്നായി പഠിച്ച് വഅദ് പറയുന്ന പണ്ഡിതന്മാരുണ്ടാകണം. കർമ്മശാസ്ത്ര നിയമങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അതിനാണ് വഅദിന്റെ സദസ്സ്. വഅദിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ ചീത്ത പറയാനുള്ളതല്ല, ഉസ്താദുമാരെ കുറ്റം പറയാനുള്ളതല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനുള്ളതല്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താനുള്ളതല്ല. ഇൽമിന്റെ സദസ്സ് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയാനുള്ളതല്ല. ഇൽമിന്റെ സദസ്സ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ? അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അഥവാ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കണം. അല്ലാഹുവിനെ പ്രിയം വെക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ജനങ്ങൾ ഉണ്ടാകണം. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പാലിക്കുന്ന ജനങ്ങൾ ഉണ്ടാകണം. തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടാകണം. അതിന് പ്രചോദനം നൽകാനാണ് വഅദിന്റെ സദസ്സ്, ക്ലാസിന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്. ഈ ബോധം നമ്മെ നിയന്ത്രിക്കണം സഹോദരന്മാരെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും പ്രസംഗിച്ച സീഡികളുണ്ട്. വിശദമായ പ്രസംഗം കേൾക്കേണ്ടവർക്ക് സീഡിയെ ആശ്രയിക്കാം. ഒരു ദിവസം കൊണ്ടെല്ലാം കൂടി പറയാൻ കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അത് വളരെ വിശാലമായ കടലല്ലേ സഹോദരന്മാരെ? അതിൽ നിന്നൊരു ചെറിയ തുള്ളി പോലും നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. ലഭിച്ചവര് മഹാന്മാരായ ഇമാമിങ്ങളല്ലേ, കഴിഞ്ഞുപോയ പണ്ഡിതന്മാരല്ലേ. ആ പണ്ഡിതന്മാര് പഠിപ്പിച്ച നിയമങ്ങൾ അത് നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി തഖ്വയോടെ ജീവിച്ച് മരിക്കണം. കൃത്യമായി നിസ്കരിക്കണം. എന്റെ ഉമ്മമാരെ, കൃത്യമായി നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. നിസ്കാരം ഫർള് മാത്രം പോരാ. സ്ത്രീകളോടും പുരുഷന്മാരോടും എന്നോടും പറയട്ടെ, സുന്നത്ത് നിസ്കരിക്കണം. ഫർള് നിസ്കാരത്തിന് വല്ല ന്യൂനതയുമുണ്ടെങ്കിൽ ആ ന്യൂനത അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ വെച്ച് പരിഹരിച്ച് തരിക സുന്നത്ത് നിസ്കാരം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് മടിയന്മാരാകരുത്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരത്തിന് ന്യൂനതയുണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ല. നിസ്കാരത്തിൽ കടന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണ്ടാത്ത വിചാരം വന്നു, എന്തെല്ലാം വികാരം വന്നു, ആ നിസ്കാരം ന്യൂനതയുള്ളതല്ലേ. ആ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ പരമാവധി സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കലാണ് പരിഹാരമെന്നും നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കലാണ് ഭക്തിയുണ്ടാകാനുള്ള കാരണമെന്നും നിസ്കാരത്തിന് മുമ്പ് മനുഷ്യന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി മാറ്റിവെച്ചുകൊണ്ട് തുറന്ന മനസ്സോടെ, അതേ വിശാലമായ മനസ്സോടെ, മറ്റ് ചിന്തകളില്ലാതെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ മാർഗമെന്നും ഫതുഹുൽ മുഈൻ വിശദീകരിച്ചത് കാണാം. മലമൂത്ര വിസർജനം നടത്തേണ്ടവൻ അത് കഴിഞ്ഞിട്ടേ നിസ്കാരത്തിന് വരാവൂ. ഭക്ഷണത്തിന് വിശക്കുന്നവൻ ഭക്ഷണം കഴിച്ചിട്ടേ നിസ്കാരത്തിന് വരാവൂ.
കാരണം നിസ്കാരത്തിൽ ഭക്ഷണത്തിന്റെ ചിന്ത, അതുപോലെ തന്നെ വിസർജനത്തിന്റെ ചിന്ത, അത്തരം ചിന്തകൾ വരാതിരിക്കാൻ മനസ്സ് ഫറാഗോടുകൂടി ഹൃദയം മറ്റുള്ള ജോലികളിൽ നിന്ന് ഒഴിവായി നിസ്കരിക്കുന്നതാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും വേണ്ടാത്ത വിചാരം വരും. അതിനൊക്കെയുള്ള ഏറ്റവും വലിയ പരിഹാരം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കണം ചെറുപ്പക്കാരും.